സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ 24 SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 74ാമത് സ്ഥാപന ദിനമാണ്. അതായത് 73ാം സ്ഥാപന വാർഷികം. ഇന്ത്യയെമ്പാടുമുള്ള തൊഴിലാളികൾ ഈ ദിനം ആചരിക്കുക. ഇത് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുന്നു. കമ്മ്യൂണിസത്തിൽ അടിയുറച്ച അടിത്തറയുള്ള ഒരു പാർട്ടി വളരെ എളിയ തോതിൽ തുടങ്ങി സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകൃതമായതിനു ശേഷം ആ പാർട്ടിയുടെ മാർക്സിസം ലെനിനിസം എന്ന തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്ന ഒരേ ഒരു പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ്. സഖാവ് ശിവദാസ് ഘോഷ് എന്ന വലിയൊരു തത്വചിന്തകനാണ് ഇതിന് രൂപം നൽകിയത്. അദ്ദേഹത്തിന് ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലം സ്വാതന്ത്ര്യ സമരകാലത്ത് നിന്ന് ആരംഭിക്കുന്നു, 40കളിൽ ആരംഭിക്കുന്നു. അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരത്തിൻ്റെ ധാരയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ മോചനവും തൊഴിലാളി വർഗത്തിൻ്റെ ഭരണവും ആഗ്രഹിച്ച ഒരു കൂട്ടം സഖാക്കളുടെ, ഒരു കൂട്ടം ജനങ്ങളുടെ ആവശ്യകത. ആ അനനുരഞ്ജന ധാരയിൽപ്പെട്ട വിവിധ വിപ്ലവ ഗ്രൂപ്പുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ പോലും, ഇന്റർനാഷണൽ കോൺഗ്രസിനുള്ളിൽ പോലും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ആയ ആൾക്കാർ ഉണ്ടായി. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി ഉയർന്നു വന്ന മഹാത്മാഗാന്ധി പക്ഷേ പ്രതിനിധാനം ചെയ്തത് ഇന്ത്യയിലെ സമരത്തിൻ്റെ അനുരഞ്ജന ധാര. ആ ധാരയിലെ ആൾക്കാർ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അധികാരത്തിൽ വന്നു, അഥവാ വിപ്ലവധാര അധികാരത്തിലെത്തി. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനിവാര്യമായി സൃഷ്ടിക്കപ്പെട്ട് വലിയ സ്വാധീനമുണ്ടാക്കിയാൽ മാത്രമേ തൊഴിലാളികളിലും മറ്റു പാവപ്പെട്ട ജനങ്ങളിലും കർഷകരിൽ സ്വാധീനമുണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് മോചനമുണ്ടാവൂ എന്ന് സഖാവ് ശിവദാസ് ഘോഷ് മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം അന്ന് നിലവിലുണ്ടായിരുന്ന CPI എന്ന പ്രസ്ഥാനത്തെയാണ് പ്രധാനമായും ആദ്യം പരിശോധിച്ചത്. CPIയെ പരിശോധിച്ചപ്പോൾ സഖാവ് ശിവദാസ് ഘോഷിന് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഉള്ളടക്കത്തിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന വസ്തുതയാണ്. പക്ഷേ വിപ്ലവം നയിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമുണ്ട്.
അതിനാൽ തന്നെ അദ്ദേഹം ശ്രമകരമായ ഒരു പണിയാവണമെന്ന്, ഒരു ശ്രമമാണെന്ന് അറിയാമായിരിക്കെ തന്നെ ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ പ്രക്രിയയ്ക്ക് രൂപം നൽകിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താപദ്ധതിയും തത്വചിന്ത അടിത്തറയും അതിൻ്റെ ലക്ഷ്യവും തൊഴിലാളികൾക്ക് ഭരണം സ്ഥാപിക്കുക എന്നുള്ളതായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ രൂപപ്പെടുത്തിയെടുത്ത പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇന്ത്യൻ ജനതയെ ആകെ നയിക്കാൻ തക്കവണ്ണം ഒറ്റയ്ക്കതിന് ഇനിയും പ്രാപ്തി ലഭിച്ചിട്ടില്ലെങ്കിലും ഈ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഇന്നത്തെ വിവിധ തരം പ്രസ്ഥാനം CPM, CPI, CPI-ML, പിന്നെ അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ, ഇവരെല്ലാം അരങ്ങ് കൈയൊഴിയുമ്പോഴും ഇവരെല്ലാം ചൂഷണത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയാനുള്ള പ്രവണതകൾ ശക്തമായി കാണിക്കുമ്പോഴും ബൂർഷ്വാസിയുടെ ഭരണത്തിൻ്റെ വക്താക്കളായി മാറുമ്പോഴും തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ച് തൊഴിലാളി വർഗത്തോടൊപ്പം കർഷകരെയും മറ്റ് ദരിദ്ര ജനവിഭാഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ മുതലാളിത്ത ചൂഷണം അവസാനിപ്പിക്കാനും ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുവാനും കഴിയും. 1948 എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന് ലോകമെമ്പാടും വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലമാണ്. ആ മുന്നേറ്റങ്ങൾ ലോകത്താകെയുള്ള വിപ്ലവകാരികൾക്ക് വലിയ ആവേശം പ്രദാനം ചെയ്തിരുന്ന കാലഘട്ടം കൂടിയാണ്. ഇന്ത്യയിൽ വിപ്ലവകാരികളായി മാറാൻ ആഗ്രഹിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകളായി മാറാൻ ആഗ്രഹിക്കുന്നവർ സ്വാഭാവികമായും ചെന്നെത്തുന്ന ഇടമായിരുന്നു CPI. പക്ഷേ സഖാവ് ശിവദാസ് ഘോഷ CPIയെ വളരെ വിശദമായി പഠിച്ചിട്ട് എത്തിയ നിഗമനം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഒരു പെറ്റി ബൂർഷ്വാ പാർട്ടി മാത്രമാണ് എന്നതാണ്. പെറ്റി ബൂർഷ്വാ പാർട്ടിക്ക് തൊഴിലാളി വർഗ വിപ്ലവം നടത്താൻ കെൽപ്പില്ല, കഴിയില്ല. അതിന് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കിയത്. തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്താണ്? ഒരടിസ്ഥാനപരമായ മാറ്റം ഉന്നം വെച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് രീതിയിൽ സമൂഹത്തെ ആകെ പുനഃസംഘടിപ്പിക്കുവാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന മുതലാളിത്ത ഭരണവ്യവസ്ഥയെ പരാജയപ്പെടുത്തി തൊഴിലാളികളുടെ ഭരണവ്യവസ്ഥ രൂപീകരിക്കുക എന്നതാണ്. അതിനുള്ള രീതികളും മാർഗങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. സഖാവ് ശിവദാസ് ഘോഷ് നടത്തിയ ആദ്യത്തെ സമരം അദ്ദേഹത്തോടൊപ്പം ചേർന്ന സഖാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ഒരു തീവ്രമായ സമരം നടത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ സംഘടിപ്പിക്കുവാനുള്ള പരിശ്രമവും തുടങ്ങി. ഈ പ്രക്രിയയിൽ
അദ്ദേഹം മൗലികമായ ചില ചിന്തകൾ മുന്നോട്ട് വെച്ചു. ആ ചിന്തകളും ചേർന്നാണ് ഇന്ന് മാർക്സിസം ലെനിനിസം പൂർണ്ണമാകും. മാർക്സിൻ്റെ കാലത്ത് ഒരു തൊഴിലാളി വർഗ വിപ്ലവം ഉണ്ടായില്ല. പക്ഷെ അത് സാക്ഷാത്കരിച്ചത് സഖാവ് ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നടന്ന സോഷ്യലിസ്റ്റ് വിപ്ലവം 1917 നവംബർ 7-ാം തീയതി അധികാരം പിടിച്ചെടുത്തുകൊണ്ട് തൊഴിലാളി വർഗം എല്ലാ അധികാര സ്ഥാനങ്ങളും മാറ്റിയെഴുതുന്ന ആ വിപ്ലവം പോലീസും പട്ടാളവും സിവിൽ അഡ്മിനിസ്ട്രേഷനും കോടതിയും ഒക്കെ ചേരുന്ന ബൃഹത്തായ മുതലാളിത്തത്തെ സംരക്ഷിക്കുവാനുള്ള ഭരണകൂടത്തെ പരാജയപ്പെടുത്തി അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. ലെനിനായിരുന്നു അതിൻ്റെ അനിഷേധ്യ നേതാവ്. സഖാവ് ലെനിനും മാർക്സിനും എംഗൽസിനും ശേഷമുള്ള കാലഘട്ടത്തിലെ വലിയ തത്വചിന്തകനായി മാറി. നമ്മൾ ഇന്ന് ഏപ്രിൽ 24 അഥവാ 74-ാം സ്ഥാപന ദിനം ആചരിക്കുമ്പോൾ സത്യത്തിൽ 1917-ൽ ഉണ്ടാക്കിയ വിജയം, കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയം, തൊഴിലാളി വർഗത്തിൻ്റെ വിജയം ആകെ പിൻവാങ്ങിയിരിക്കുന്ന ഒരു വലിയ പരാജയത്തിൻ്റെ മുഖം കാണിക്കുന്ന സമയമാണ്. ഒരുപക്ഷേ ഈ നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത്, അവസാനം എന്ന് പറയാൻ പറ്റില്ല, 1917-ലാണല്ലോ റഷ്യൻ വിപ്ലവം. അന്നത്തെ തൊഴിലാളി വർഗ വിജയത്തിന് ശേഷം പിന്നീട് തൊഴിലാളി വർഗം വിജയിച്ച് മുന്നേറുന്നതാണ്, ലോകമാകെ മുന്നേറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ നിലനിർത്താൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ സമരം തന്നെ നടത്തേണ്ടി വന്നു, ജീവൻ കൊടുത്തുള്ള സമരം. ചുറ്റുപാടുമുള്ള 14 രാജ്യങ്ങൾ പുതിയ ശിശുപ്രായത്തിലുള്ള റഷ്യയുടെ മേൽ കടന്നാക്രമണം നടത്തി അവരെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ആ യത്നങ്ങളെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ തൊഴിലാളി വർഗം നേരിട്ടു പരാജയപ്പെട്ടു. അങ്ങനെ വളർന്നു വന്ന സോഷ്യലിസം സഖാവ് ലെനിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു പ്രസ്ഥാനമായി മാറി. പുതിയ പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ ഭൂമിയുടെയും മറ്റെല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം തൊഴിലാളി വർഗത്തിനായിരിക്കേണ്ടുന്ന ആവശ്യകത. ഭൂമിയും ഫാക്ടറികളും മറ്റെല്ലാ ഉൽപ്പാദന സ്ഥാപനങ്ങളും തൊഴിലാളി വർഗത്തിൻ്റെ നിയന്ത്രണത്തിലായി തൊഴിലാളി വർഗം അത് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ ലാഭം എന്നത് ഒരു ലക്ഷ്യമേ ആയില്ല. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കം നിന്ന ഒരു സമ്പദ് വ്യവസ്ഥ
അന്ന് പ്രദാനം ചെയ്ത അന്ന് ഉണ്ടായിരുന്ന റഷ്യ താമസം വിനാ സോവിയറ്റ് യൂണിയനായി. ഈ സോവിയറ്റ് യൂണിയൻ ഇക്കാലത്ത് ലോകത്തെ തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി മാറി എന്ന് മാത്രമല്ല, അതിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നിരവധി രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ നടന്നു, തൊഴിലാളി വർഗ വിപ്ലവങ്ങൾ നടന്നു. ചൈനയിൽ ഏതാണ്ട് സമാന്തരമായി തന്നെ നടന്ന തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ ഒരു ആത്യന്തികമായ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ, സോഷ്യലിസ്റ്റ് പരിവർത്തനത്തിൽ ചെന്നെത്തി. സഖാവ് മാവോയിസവും അതിന് നേതൃത്വം നൽകി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റൊരു രീതിയിൽ സോഷ്യലിസ്റ്റ്. പിന്നെ മറ്റേതാനും ലോകത്തിൻ്റെ 1/3 ഭാഗം സോഷ്യലിസ്റ്റായിത്തീരും, അല്ലെ കമ്മ്യൂണിസ്റ്റായിത്തീരും. അത് ഒരു വലിയ ആവേശപരമായ കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ലെനിൻ്റെ മരണത്തിന് ശേഷം സ്റ്റാലിൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും തത്വചിന്തകനുമായിരുന്ന സ്റ്റാലിൻ ആ രാജ്യത്തെ നയിച്ചു. സ്റ്റാലിൻ്റെ സമയത്താണ് ഫാസിസ്റ്റ് ശക്തികളുടെ കനത്ത കടന്നാക്രമണം നടന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ വലിയ വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ അത് 1991 ഒരു പ്രതിവിപ്ലവം നടത്തത്തക്ക രീതിയിൽ ബൂർഷ്വാസിക്ക് സോവിയറ്റ് യൂണിയനെ തകർക്കാനുള്ള ഒരു മാർഗമുണ്ടാക്കും. മറ്റെല്ലാ രാജ്യങ്ങളിലും വലിയ മഹാന്മാരായ തത്വചിന്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലാണ് വിപ്ലവം നടത്താൻ കഴിഞ്ഞത്. എങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത് 1948 എത്രയോ മുമ്പ് രൂപീകൃതമായ CPI സത്യത്തിൽ ഒരു പെറ്റി ബൂർഷ്വാ പാർട്ടിയായിരുന്നു എന്നതുകൊണ്ട് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തൊഴിലാളി വർഗത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്തത്, തൊഴിലാളി വർഗ നേതൃത്വത്തെ യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്തു. സഖാവ് ശിവദാസ് ഘോഷ് ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ മാർഗം വളരെ വിശദമായി കാണിച്ചു. തെരഞ്ഞെടുപ്പുകൾ മാത്രമായി CPIയുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയെങ്കിൽ തൊഴിലാളികളെയും ബഹുജനങ്ങളെയും അണിനിരത്തുന്ന വമ്പൻ ജനാധിപത്യ സമരങ്ങൾ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അരങ്ങേറി. ഏറ്റവും അവസാനത്തെ കർഷക പ്രക്ഷോഭണം, ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന കർഷക പ്രക്ഷോഭണം നമ്മുടെ പാർട്ടിയുടെ സാന്നിധ്യവും നമ്മുടെ പാർട്ടിയുടെ സന്നദ്ധ സേവനവും നമ്മുടെ സഖാക്കളുടെ നമ്മുടെ കീഴിൽ ഉള്ള AIKKMS എന്ന കർഷക തൊഴിലാളികൾ സംഘടനയുടെ ആയിരക്കണക്കിന് ആൾക്കാർ അതിനോടൊപ്പം അണിചേർന്നു. അങ്ങനെ ഇന്ത്യ മുതലാളിത്തം സ്ഥാപിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ആ മുതലാളിത്തത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി
പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ മാത്രമുള്ള വിവേകമേ CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിതാ അതിനും വലിയ തിരിച്ചടികൾ ഉണ്ടായി. ഫലത്തിൽ കമ്മ്യൂണിസത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നമ്മുടെ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളും, കോൺഗ്രസും CPIയും മറ്റ് പല പ്രദേശങ്ങളിലും താൽക്കാലികമായി ഉയർന്നു വന്ന പല പ്രാദേശിക പാർട്ടികളും, അതെല്ലാം മുതലാളിത്തത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലനിന്നു എന്നതിനാൽ ക്രമേണ ക്ഷയിച്ചുകൊണ്ടേയിരുന്നു, പിളർന്നുകൊണ്ടേയിരുന്നു. പാർലമെൻ്ററി അധികാരം മാത്രമായി അവരുടെ ലക്ഷ്യം. നമ്മുടെ പാർട്ടി പാർലമെൻ്ററി തിരഞ്ഞെടുപ്പിനെയും പാർലമെൻ്ററി പങ്കാളിത്തത്തെയും പാർലമെൻ്ററി അധികാരത്തെയും ഉപയോഗിച്ചത് ജനാധിപത്യ ബഹുജന സമരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം. വരാനിരിക്കുന്ന വിപ്ലവത്തിന് അരങ്ങൊരുക്കുവാനുള്ള, ബഹുജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള ലക്ഷ്യം വെച്ച് മാത്രം. അപ്പോൾ ഇന്നത്തെ അവസ്ഥ തികച്ചും വിഭിന്നമാണ്. ആധുനിക തിരുത്തൽവാദത്തിൻ്റെ വരവോടെ ഓരോരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി അധപ്പതിക്കാനും ക്ഷയിക്കാനും തുടങ്ങി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അധപ്പതിച്ച് റിവിഷനിസത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ 1991 1917 മുതൽ 1990 വരെ ഉള്ള 70 വർഷങ്ങൾ അവിടുത്തെ സോഷ്യലിസം നിലകൊണ്ടു. അതിൽ സ്റ്റാലിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് റിവിഷനിസ്റ്റുകളുടെ കയ്യിൽ അധികാരം വന്നത്. അവർ ആത്യന്തികമായി അതെത്തിയത് ഒരു പ്രതിവിപ്ലവത്തിലാണ്. ഇന്നവിടെ വിപ്ലവം പിൻവാങ്ങി നിൽക്കുന്നു. സോവിയറ്റ് യൂണിയൻ എന്നത് വിവിധ രാജ്യങ്ങളുടെ ഘടകങ്ങളായി തിരിഞ്ഞിരിക്കുന്നു, തകരും. മറ്റെല്ലാ രാജ്യങ്ങളുടെയും സ്ഥിതി ഇത് തന്നെ. ചൈനയിലെയും സ്ഥിതി ഏതാണ്ട് ഇതുപോലെ. പക്ഷേ സഖാവ് ശിവദാസ് ഘോഷ് കാണിച്ചു തന്ന തൊഴിലാളി വർഗ വിപ്ലവത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പാടുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റാനാണ്. അതുകൊണ്ട് നമ്മൾ വിപ്ലവം സംഘടിപ്പിക്കുവാനുള്ള ഒരു ശക്തിയായി തീരുക എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ ആത്മാർത്ഥമായും വളരെ ലക്ഷ്യബോധത്തോടുകൂടി ഉള്ള ബഹുജന സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ബഹുജന സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നല്ല നല്ല കമ്മ്യൂണിസ്റ്റ് കേഡർമാർ നമ്മുടെ പാർട്ടിയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക. മറ്റെല്ലാ പാർട്ടികളും തകരുമ്പോൾ, കോൺഗ്രസ് ആകട്ടെ, CPI ആകട്ടെ, അതുപോലെ മറ്റു പാർട്ടികളാകട്ടെ തകരുമ്പോൾ, സഖാവ് ശിവദാസ് ഘോഷ് സ്ഥാപിച്ച SUCI കമ്മ്യൂണിസ്റ്റ് മാത്രം ഒരു വളരുന്ന ശക്തിയായി ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ബംഗാളിൽ ആരംഭിച്ച്
വടക്ക് കിഴക്കൻ മേഖലകളാകെ സംഘടന വ്യാപിച്ച് തുടക്കത്തിൽ, പിന്നെ ഡൽഹിയിലും ഹിന്ദി പ്രദേശങ്ങളിലും സംഘടനയുണ്ടായി, ദക്ഷിണേന്ത്യയിൽ സംഘടനയുണ്ടായി, എല്ലാ സംസ്ഥാനങ്ങളിലും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്ന പാർട്ടി മുന്നോട്ട് കുതിക്കുക. അതിനിടെ സഖാവ് ശിവദാസ് ഘോഷ് അന്തരിച്ചു. തുടർന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയും സഖാവുമായ സഖാവ് നിഹാർ മുഖർജി നേതൃത്വമേറ്റെടുത്തു. അദ്ദേഹവും പിന്നീട് അന്തരിച്ചതിന് ശേഷം ഇന്ന് സഖാവ് പ്രഭാഷ് ഘോഷ് ഗംഭീരമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാർട്ടിയിൽ ചേരുന്ന ആരും സ്വാർത്ഥ ലാഭങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി ചേരുന്നവരല്ല. മറിച്ച് തങ്ങളുടെ ജീവിതത്തെ വിപ്ലവത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട്, ഒരു പുതിയ വിപ്ലവ ജീവിതം സംശീകരിച്ചുകൊണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിൻ്റെ, സമരത്തിൻ്റെ ഭാഗം, ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൊഴിലാളി വർഗ സംസ്കാരം ആർജിക്കുവാനുള്ള തീവ്രയത്നത്തിൽ അവസരവാദികളും സ്ഥാനമോഹികളുമായ ആൾക്കാർ നമ്മുടെ പാർട്ടിയിൽ അധികകാലം നിൽക്കില്ല. അതുകൊണ്ട് നമ്മുടെ പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ് സദാ വളരുക മാത്രം ചെയ്യും. മറ്റെല്ലാ പാർട്ടികളും CPI, CPM, CPI പിളർന്ന് CPM ഉണ്ടായി, CPM പിളർന്ന് CPI ML ഉണ്ടായി, ML പിളർന്ന് മറ്റനവധി കഷ്ണങ്ങൾ. പക്ഷെ എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഈ മുതലാളിത്ത വ്യവസ്ഥയുടെ, ഇന്ത്യൻ മുതലാളിത്ത വ്യവസ്ഥയുടെ സേവകരായി ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിൽ എത്തുക എന്ന ലക്ഷ്യം മാത്രമേ. ഇതിനിടെ മുതലാളിത്തം വളരെ വേഗം വളരും. മുതലാളിത്തത്തിൻ്റെ വിഷയം അത് വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലധന ശക്തി വർദ്ധിക്കുക, തൊഴിലാളികളെ കൂടുതൽ രൂക്ഷമായി ചൂഷണം ചെയ്യുക, അങ്ങനെ ഫലത്തിൽ ജനദ്രോഹത്തിൻ്റെ ഒരു പര്യായമായി തീരുക എന്നതാണ്. നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിലോ കേന്ദ്ര ഗവൺമെൻറ്റിലോ ഇന്നത്തെ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും ഒരു ബാക്കിങ്ങും കൂടാതെ കേവലം തൊഴിലാളി ശക്തിയെ മാത്രം അധികരിച്ചു ഇന്നും നമ്മുടെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം യഥാർത്ഥ തൊഴിലാളി വർഗ പാർട്ടിക്ക് മാത്രമേ ആ വിധത്തിലുള്ള കേഡർമാരെയും ലീഡേഴ്സിനെയും ഉണ്ടാക്കാനാവൂ. ഇന്ന് നമ്മൾ 74ാമത് ആനിവേഴ്സറി ആചരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിയെയും ആ പാർട്ടി നയിക്കാൻ ഉദ്ദേശിക്കുന്ന തൊഴിലാളി വർഗത്തെയും വിപ്ലവം നടത്താൻ ഉദ്ദേശിക്കുന്ന വിപ്ലവ ശക്തികളെ ഒരുമിപ്പിച്ച് ഈ വ്യവസ്ഥ തന്നെ അടിമുടി മാറ്റി സ്വകാര്യ സ്വത്തിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിരിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥ
അത് പിന്നീട് കുത്തകകളിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അത് കോർപ്പറേറ്റിസമായി. ഇപ്പോൾ ഇക്കണോമി എന്ന് പറഞ്ഞ് തൊഴിലാളികളുടെ ജീവിതത്തെ തെല്ലും പരിഗണിക്കാത്ത നടപടികൾ മാത്രമാണ്. മുതലാളിത്തത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മുതലാളിത്തം സഹജമായി പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കമ്പോള പ്രതിസന്ധി അതിൻ്റെ കൂടപ്പുറപ്പാണ്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന തൊഴിലാളികളും സാധാരണക്കാരും കർഷകരും ഒരുമിച്ച് നിന്ന് ഒരു വമ്പൻ സമരം സംഘടിപ്പിക്കുന്നില്ല എങ്കിൽ ഇത് തുടരുകയും മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന പ്രതിസന്ധികൾക്ക് മറുപടി ഒന്നേ ഉള്ളൂ, അതൊരു വിപ്ലവമാണ്, തൊഴിലാളികളുടെ സർവാധിപത്യമാണ്. ആ സർവാധിപത്യം കൊണ്ടുവരാനായി രൂപപ്പെട്ടു വന്ന നമ്മുടെ പാർട്ടി നമ്മളെ ഈ ലോകമാകെ ഉണ്ടാക്കിയ പ്രതിസന്ധി ആശയപരമായി നമ്മളെ സ്വാധീനിച്ചിട്ടേയില്ല. കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലൂടെ നമ്മുടെ പാർട്ടി സിദ്ധാർത്ഥ് ഘോഷ് നേരത്തെ തന്നെ ആധുനിക റിവിഷനിസത്തെക്കുറിച്ച ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല വിശകലനാത്മകമായ ഒരു വിശകലനം നടത്തിയിരുന്നു. അതുകൊണ്ട് ഏത് നിമിഷവും ഈ സോഷ്യലിസ്റ്റ് രാജ്യം തകരാം സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. അവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിക്ക് ശരിയായ നേതൃത്വത്തെ അവരോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പക്ഷേ ഖ്രൂഷ്ചേവും കൂട്ടരും അധികാരത്തിൽ വന്ന് തുടർന്ന് നടന്ന ഭരണം വളരെ അവസരവാദപരവും വളരെ കഥയില്ലാത്തതുമായി. അതുകൊണ്ട് വർഗസമരമാണ് സമൂഹത്തിൻ്റെ ചാലകശക്തി എന്ന അടിസ്ഥാന മാർക്സിസ്റ്റ് ധാരണ അവരുപേക്ഷിച്ചുകൊണ്ട് സോഷ്യലിസമായാൽ വർഗസമരങ്ങൾക്ക് അന്ത്യമായിരിക്കുന്നു എന്ന് അഹങ്കരിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അമാന്തവും ആലസ്യവും കാണിച്ചു. തൽഫലമായി കാലക്രമത്തിൽ 1991 പ്രതിവിപ്ലവം നടന്നു. പ്രതിവിപ്ലവം എന്നാൽ സോഷ്യലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെയാണ് പ്രതിവിപ്ലവം എന്ന് പറയുന്നത്. ലോകമെമ്പാടും ഇന്ന് സോഷ്യലിസം പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് 1/3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ലോകത്തെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ ആൾക്കാർ കമ്മ്യൂണിസത്തെ ഉപേക്ഷിക്കുന്നൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ എങ്കിലും കമ്മ്യൂണിസം അല്ലാതെ മറ്റൊരു പാതയും നമ്മുടെ മുമ്പിലില്ല. ആ കമ്മ്യൂണിസത്തെ പ്രതിനിധാനം ചെയ്യാൻ ന്യൂനപക്ഷമാണ് നമ്മുടെ പാർട്ടിയുണ്ട്. നമ്മുടെ പാർട്ടി 48 രൂപീകരിച്ച് ഈ 74 വർഷങ്ങൾ കൊണ്ട് പടർന്ന് പന്തലിച്ചു. നിങ്ങൾക്കെത്ര സീറ്റുണ്ട്, നിങ്ങൾക്കെത്ര അധികാരങ്ങളുണ്ട്, നിങ്ങൾ കേന്ദ്ര പാർലമെൻറ്റിൽ
ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് പാർട്ടിയുടെ ശക്തി അളക്കുന്നത്. ഇന്ത്യയെ പോലുള്ള മുതലാളിത്ത രാജ്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ തന്നെ വ്യവസ്ഥയുടെ അവിഭാജ്യ ഭാഗമായി വരികയും തെരഞ്ഞെടുപ്പുകളിൽ പലതും കൃത്രിമമായി നടത്തുകയും ചെയ്തുകൊണ്ട് ഒരു ഏകാധിപത്യ പ്രവണത പല രാജ്യങ്ങളിലും കാണിക്കുന്നു. എന്ന് മാത്രമല്ല, സത്യത്തിൽ മുതലാളിത്ത രാജ്യങ്ങളാകമാൻ ഏകപക്ഷീയമായ അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സഖാക്കളെ, അതുകൊണ്ട് ഇന്ത്യയിലും വിപ്ലവമല്ലാതെ മാർഗം. വിപ്ലവത്തിന് വിപ്ലവ പാർട്ടി വേണം. വിപ്ലവ പാർട്ടി ഏതെന്ന് കണ്ടെത്താനും അതിനോടൊപ്പം ചേരാനും ഓരോരുത്തരും തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നവരെല്ലാം വിപ്ലവ പാർട്ടികളല്ല, ആകാൻ പറ്റത്തില്ല. ഒരു രാജ്യത്ത് ബൂർഷ്വാസിക്ക് പല പാർട്ടികളുണ്ടാകാം, അവരുടെ താല്പര്യങ്ങൾ വിഭിന്നമാണ് എന്നതുകൊണ്ട്. പക്ഷേ ഒരു രാജ്യത്ത് ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആ പാർട്ടി സഖാവ് ശിവദാസ് ഘോഷ് രൂപം കൊടുത്ത സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ഇന്ത്യയുടെ ഭാവി നമ്മുടെ പാർട്ടിയെ മാത്രം ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ചേർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സമരമേറ്റെടുത്ത് വ്യക്തി താല്പര്യത്തെ സാമൂഹ്യ താല്പര്യമാക്കി രൂപാന്തരപ്പെടുത്തുവാനും താതാത്മ്യപ്പെടുത്തുവാനും ഉള്ള സമരം നടത്തി നല്ലൊരു നേതൃനിരയെ സൃഷ്ടിക്കാനും പാർട്ടിയെ സൃഷ്ടിക്കാനും അതിൻ്റെ നേതൃത്വത്തിൽ ബഹുമുഖമായ ബഹുജന സമരങ്ങൾക്ക് രൂപം കൊടുക്കുവാനും നമുക്ക് കഴിയണം, നമുക്ക് കഴിയും. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ ഇത്ര പരിതാപകരമായ ഒരു ദയനീയമായ സ്ഥിതി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിപ്പോയത് മുതലാളിത്ത പ്രതിസന്ധി കാരണം തന്നെയാണ്. ഇന്നിവിടെ ഫാസിസ്റ്റ് ശക്തികൾ വളരുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ശക്തികളുടെ പരാജയം കൊണ്ടാണ്. അവർക്ക് വേണ്ടത്ര ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് CPI, CPM മുതലായ പാർട്ടികളിൽ നിന്ന് എന്തും വേണ്ടി സാധാരണക്കാരന് പ്രതീക്ഷിക്കാമെന്നുള്ളത് വളരെ സംശയകരമാണ്. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് എന്തുകൊണ്ട് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന വസ്തുത മനസ്സിലാക്കി പുരോഗമന വിശ്വാസികൾ, ഇടതുപക്ഷ വിശ്വാസികൾ മാർക്സിസം ലെനിനിസം എന്ന തത്വശാസ്ത്രത്തിൽ നകലാതെ ശിവദാസ് ഘോഷ് ചിന്ത കൂടി മനസ്സിലാക്കി തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വാർഷിക വേളയിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇൻക്വിലാബ് സിന്ദാബാദ്, SUCI കമ്മ്യൂണിസ്റ്റ് സിന്ദാബാദ്, സഖാവ് ശിവദാസ് ഘോഷ് സിന്ദാബാദ്, മാർക്സിസം ലെനിനിസം നീണാൾ വാഴ.